ഹൈ ഷൈനിലേക്ക് താഴെ വരുന്ന 3 കിട്ടിയ സ്മാർട്ട് വാച്ചുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അപ്പൊ ഈ ഒരു 3 പരിവാച്ചുകളുടെ ഫീച്ചേഴ്സുകളെ കുറിച്ചും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതാണ്. പിന്നെ അതുപോലെ ഒരുപാട് യൂസ്ഫുൾ ഡിസി ചാനലിലൂടെ വരുന്നതായിരിക്കും. ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ, വീഡിയോ ലൈക്ക് കൊടുത്തേക്കാം. പിന്നെ സ്മാർട്ട് വാച്ച് ഒക്കെ വാങ്ങാൻ നിൽക്കുന്നത് കൂട്ടുകാർ കൂടി വീഡിയോ ഷെയർ ചെയ്തോളൂ. അപ്പൊ നമ്മുടെ ലിസ്റ്റിൽ ആദ്യത്തെ വാച്ച് BTXP ലൂക്ക് എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ച് ആണ്. അപ്പൊ ഈ വാച്ചിന്റെ ഫീച്ചേഴ്സുകളെ കുറിച്ച് നോക്കാം. ആകാശ നീല, ചാണകപ്പച്ച എന്നിങ്ങനെ 6 കളർ വേരിയന്റിലാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് വരുന്നത്. പിന്നീട് ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് നോക്കുന്ന സമയത്ത് 3.35 സെന്റിമീറ്റർ റൗണ്ട് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആരും കൊടുക്കാത്ത ഒരു സുനാപ്പി ഇവർ കൊടുക്കുന്നുണ്ട്. അതായത് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ വരുന്നത്. അപ്പൊ ഇതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഇവരുടെ മറ്റ് പ്രൊഡക്റ്റുകളിലും ഇവർ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ ബലമായ സംശയം എന്താണെന്ന് വെച്ചാൽ AMOLED ഡിസ്പ്ലേ കൊണ്ട് പോകുന്ന ഒരു വണ്ടി ഇവരുടെ കമ്പനിയുടെ മുമ്പത്ത് വെച്ച് മറിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിന് മാത്രം AMOLED ഇവന്മാർക്ക് എവിടെ നിന്ന് തന്നെ കിട്ടുന്നതെന്ന് ഒരു പിടിയുമില്ല. പക്ഷെ അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് മറ്റ് ഫീച്ചേഴ്സുകളെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുന്നുണ്ട്. അതായത് കൈ തിരിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് കിട്ടും, അതാണ് സംഭവം. പിന്നെ ഇതിൽ 500 nits പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. അതായത് നിങ്ങൾ നല്ല വെയിലുള്ള സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ആരെക്കൊണ്ടെങ്കിലും സമയം ചോദിക്കേണ്ടി വരും. പിന്നീട് ഇതിന്റെ ബാറ്ററിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ചാർജിൽ അപ് ടു 7 days കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഒരു പതയും കിട്ടില്ല. മാക്സിമം പോയ 4-5 ദിവസം കിട്ടും. പിന്നീട് നിങ്ങൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം പോയ 2-3 ദിവസം കിട്ടും. പിന്നെ ഇത് ഫുൾ ചാർജ് ആവാനായിട്ട് 2 മണിക്കൂർ ചാർജ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. IP67 വാട്ടർ റെസിസ്റ്റന്റ് ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് നോക്കുന്ന സമയത്ത് മറ്റെല്ലാ സ്മാർട്ട് വാച്ചിലും വരുന്ന പോലെ ബ്ലൂടൂത്ത് കോളിംഗ് വരുന്നുണ്ട്, 100+ സ്പോർട്സ് മോഡ് വരുന്നുണ്ട്, ഒരുപാടധികം വാച്ച് ഫേസുകൾ വരുന്നുണ്ട്, അങ്ങനെ ഒരുപാടധികം സാമാനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു വാച്ചിന്റെ വിലയിലേക്ക് നോക്കുന്ന സമയത്ത് വെറും 899 രൂപ മാത്രം ഈ ഒരു വാച്ചിന് വരുന്നുള്ളൂ. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED കിട്ടുക എന്ന് പറയുന്നതിന്റെ ഒരു വലിയ കാര്യമാണ്. അപ്പൊ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്നത് ബോൾട്ട് ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ച് ആണ്. ഇതിൽ തീയില്ല, ബോൾട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു വാച്ചിന്റെ ഫീച്ചേഴ്സുകളെ കുറിച്ച് നോക്കാം. അപ്പൊ ഈ ഒരു വാച്ച് 17 കളർ വേരിയന്റിലാണ് വരുന്നത്. ലോകത്തില്ലാത്ത എല്ലാ കളറും അടിച്ചിറക്കിയിട്ടുണ്ട്. പിന്നീട് ഇതിന്റെ ഡിസ്പ്ലേന്റെ കാര്യത്തിലേക്ക് നോക്കുന്ന സമയത്ത് 1.85 ഇഞ്ച് സ്ക്വയർ ടൈപ്പ് HD ഡിസ്പ്ലേ ആണ് വരുന്നത്. 500 nits പീക്ക് ബ്രൈറ്റ്നസും വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല വെയിലുള്ള സ്ഥലങ്ങളൊക്കെ പോയി നിന്നതിനാൽ വേറെ ഒരാളോട് സമയം ചോദിക്കേണ്ടി വരും. പിന്നീട് ഇതിന്റെ ബാറ്ററിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ് ടു 7 days കിട്ടുമെന്ന് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4-5 ദിവസം തന്നെ ഇതിലും ചാർജ് നിൽക്കത്തുള്ളൂ. പിന്നീട് 25 ദിവസം സ്റ്റാൻഡ് ബൈ ടൈം കിട്ടുമെന്ന് പറയുന്നുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ വാങ്ങിയതിന് ശേഷം സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 25 ദിവസം നിങ്ങൾക്ക് സ്റ്റാൻഡ് ബൈ ടൈം കിട്ടുന്നതായിരിക്കും. ബ്ലൂടൂത്ത് കോളിംഗ് ഒക്കെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2-3 ദിവസം തന്നെ അത് നിൽക്കത്തുള്ളൂ. പിന്നീട് ഇത് ഫുൾ ചാർജ് ആവാനായിട്ട് ഏകദേശം 2.5 മണിക്കൂർ എടുക്കുമെന്ന് അവർ പറയുന്നത്. IP68 വാട്ടർ റെസിസ്റ്റന്റ് ആണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് ഇത്തിരി വെള്ളമൊക്കെ നനഞ്ഞാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. മറ്റ് സ്മാർട്ട് വാച്ചുകളിലുള്ള പോലെ തന്നെ ബ്ലൂടൂത്ത് കോളിംഗ് വരുന്നുണ്ട്, 100+ സ്പോർട്സ് മോഡുകൾ വരുന്നുണ്ട്, 100+ വാച്ച് ഫേസുകൾ വരുന്നുണ്ട്. പിന്നെ ഒരു വാച്ചിന്റെ വിലയിലേക്ക് നോക്കുന്ന സമയത്ത് 1999 രൂപ വരുന്നുണ്ട്. അതായത് 1100 രൂപ ഇതിന് വരുന്നത്. അപ്പൊ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്നത് ഫാസ്റ്റ് ട്രാക്ക് റിബോട്ട് X എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ച് ആണ്. ഇപ്പൊ ഈ വാച്ചിന്റെ ഫീച്ചേഴ്സുകളെ കുറിച്ച് നോക്കാം. അപ്പൊ ഈ വാച്ച് 9 കളർ വേരിയന്റിലാണ് വരുന്നത്. 4.64 സെന്റിമീറ്റർ 60 Hz ഫ്ലൂയിഡ് HD ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ബാറ്ററിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അപ് ടു 5 days നിൽക്കുമെന്ന് പറയുന്നുണ്ട്. ബ്ലൂടൂത്ത് കോളിംഗ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2-3 ദിവസം നിൽക്കുന്നതായിരിക്കും. IP67 വാട്ടർ റെസിസ്റ്റന്റ് ആണ് വരുന്നത്. പിന്നീട് ഇതിന്റെ മറ്റ് ഫീച്ചേഴ്സുകളിലേക്ക് നോക്കുന്ന സമയത്ത് ബ്ലൂടൂത്ത് കോളിംഗ് വരുന്നുണ്ട്, 100+ സ്പോർട്സ് മോഡുകൾ വരുന്നുണ്ട്, 100+ വാച്ച് ഫേസുകളും ഈ ഒരു വാച്ചിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു വാച്ചിന്റെ പ്രൈസിലേക്ക് നോക്കുന്ന സമയത്ത് 1099 രൂപ വരുന്നുണ്ട്. അതായത് 1100 രൂപ ഒരു വാച്ചിന് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു 3 വാച്ചുകളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് വാച്ചാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് അതിന്റെ പേര് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.